നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ശക്തമായ AI കമ്പനി ദില്ലിയിൽ വരാൻ പോവുകയാണ്. കേൾക്കുമ്പോൾ സന്ദർശനത്തിനാണോ എന്ന് തോന്നും. എന്നാൽ സന്ദർശനമല്ല, രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു ഓഫീസ് തുറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യത്തെ ഓഫീസ് ആരംഭിക്കുമെന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പൺ AI CEO സാം ആൾട്ട്മാൻ ഇന്ത്യയോട് ഇത്രയ്ക്ക് സ്നേഹമെന്ത് എന്ന് ചോദിച്ചാൽ, ഓപ്പൺ AI സീക്രട്ട് സൂപ്പർ പവറാണ് നമ്മുടെ ഭാരതം. ആഗോളതലത്തിൽ ഓപ്പൺ AI രണ്ടാമത്തെ വലിയ യൂസർ നെറ്റ്വർക്ക് ഇന്ത്യയിലാണ് ഉള്ളത്. പ്രതിവാര ഉപയോഗത്തിൽ വിദ്യാർത്ഥികളുടെ വൻ കുതിച്ചുചാട്ടമാണ് ഇതിനൊരു പ്രധാന കാരണം. കഴിഞ്ഞ വർഷത്തേക്കാൾ 4 മടങ്ങ് വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ആഴ്ച ഇന്ത്യയിൽ ഓപ്പൺ AI അവരുടെ ഏറ്റവും വില കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ വില വെറും 399 രൂപ പ്രതിമാസ നിരക്കിലാണ് സബ്സ്ക്രിപ്ഷൻ ചാർജ്. അത് വിപണിയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായി കാണാനാകില്ല. തങ്ങളുടെ പൂർണ്ണ ആധിപത്യത്തിനായുള്ള സാം ആൾട്ട്മാന്റെ ഒരു തന്ത്രമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഓപ്പൺ AI ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു നിയമപരമായ സ്ഥാപനമാണ്. കൂടാതെ നിയമനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അവരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യക്കൊപ്പം ഇന്ത്യക്കായി AI നിർമ്മിക്കുക എന്നുള്ളതാണ് സാം ആൾട്ട്മാൻ പറഞ്ഞു കഴിഞ്ഞത്. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഉദ്ദേശം. ചാറ്റ് GPT പരിശീലിപ്പിക്കാൻ സഹായിക്കുന്നതിന് അനുമതിയില്ലാതെ തങ്ങളുടെ ഉള്ളടക്കം ഉപയോഗിച്ചതായി വാർത്താ ഏജൻസികളും പുസ്തക പ്രസാധകരും ആരോപിച്ചതോടെ ഓപ്പൺ AI ഇന്ത്യയിൽ നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നതിനിടെയാണ് കമ്പനിയുടെ ഇന്ത്യ പ്രവേശനമുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ഓപ്പൺ AI ഇതെല്ലാം തള്ളിക്കളയുകയാണ്. എന്തായാലും ഓപ്പൺ AI ഇന്ത്യ പ്രവേശനം യാദൃശ്ചികമല്ല. അതായത് എല്ലാം കരുതിക്കൂട്ടിയുള്ള ഒരു പ്രവേശനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഗൂഗിളിന്റെ ജെമിനി കൂടുതൽ മികച്ചതായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ പെർപ്ലക്സിറ്റി AI ഇന്ത്യയിൽ ഉപഭോക്താക്കൾക്ക് ഇതിനകം തന്നെ സൗജന്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 100 കോടി ആളുകളുടെ AI മൈൻഡ് ഷെയർ നേടാനുള്ള മത്സരം ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് ഇതോടെ നമുക്ക് ഉറപ്പിക്കാം. ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ ഒരു മത്സരം എന്തായാലും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഇന്ത്യയിൽ സാങ്കേതിക മേഖല വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സാങ്കേതിക മേഖലയിൽ ഒരു മത്സരം ഉണ്ടാകും എന്നതിലും സംശയമില്ല. കൂടാതെ വലിയ രീതിയിൽ ഒരു മത്സരം AI പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഓപ്പൺ AIക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതും കൂടുതൽ നിയമക്കുരുക്കിൽ AI പോകുന്നതും ഒരു പ്രധാന കാരണമായി മാറും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.